ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഇപ്പൊ നല്ല ചൂടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ജ്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കുടിച്ചിട്ട് നമ്മുടെ ദാഹം ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ടൈമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കണ്ട, നമ്മുടെ ഹെൽത്തിന് ഒന്നിൽ കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ജ്യൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു ജ്യൂസ് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ABC ജ്യൂസ് ആണ്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പൊ നിങ്ങൾ ഈ ABC ജ്യൂസ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ABC എന്ന് അറിയാം. A ഫോർ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതിൽ നമ്മൾ ഇനി 2 ഫുഡ് ഐറ്റംസും കൂടി ആഡ് ചെയ്യാണ്, ജിഞ്ചറും അതേപോലെ തന്നെ പൊമഗ്രനേറ്റും. അപ്പൊ നമുക്ക് ഈ ജ്യൂസിന്റെ ബെനിഫിറ്റ് ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ആപ്പിൾ എടുക്കാം. ഫസ്റ്റ് ആപ്പിൾ എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യമാണ്. മാത്രല്ല ആപ്പിളിൽ വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. എല്ലാവരും പറയാറുണ്ട് അല്ലെ, ഡെയിലി നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണുന്നത് ഒഴിവാക്കാന്ന്. കാരണം എന്താ, നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസിന് ഇംപ്രൂവ് ആക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഫ്രൂട്ടാണ് ആപ്പിൾ എന്ന് പറയുന്നത്. മാത്രല്ല നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ഈ പറയുന്ന ആപ്പിൾ ആണ്. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കാരണം തന്നെ ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് എന്ന് പറയുന്നതും ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻ C ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ലോ കലോറിയാണ്, കലോറി വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ഫൊളേറ്റ് ധാരാളമായിട്ട് ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ഫൊളേറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9 എന്ന് പറയുമ്പോൾ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഈ ബീട്രൂട്ട് എടുക്കുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ C കിട്ടും, പൊട്ടാസ്യം കിട്ടും, അയൺ കിട്ടും. പിന്നെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടിയാണ് ബീട്രൂട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റില് ഇതേപോലെ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും കൂടുതൽ സഹായമാവുന്ന വൈറ്റമിൻ A അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ K അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയറിന്റെ സ്ട്രെങ്ത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ബയോട്ടിനും ഈ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ജിഞ്ചർ ആണ്. നമുക്കറിയാം ഫോറിൻ കൺട്രീസിലൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ, നമ്മൾ ചില കൊറിയൻ ഫുഡ് ഐറ്റംസും ചൈനീസ് ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ആണ് അല്ലേ. ജിഞ്ചർ അങ്ങനെ അവർ വെറുതെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലാണ് അവര് കൂടുതൽ ഫുഡ് ഐറ്റംസും കുക്ക് ചെയ്ത് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ജിഞ്ചറിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളൊരു വെയിറ്റ് ലോസിന് വേണ്ടി ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഫുഡിൽ നിങ്ങൾ ജിഞ്ചർ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും. ഈ ജ്യൂസിൽ നിങ്ങൾ ജിഞ്ചർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ഉള്ള ആളാണോ, നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞു കിട്ടും. ഇനി നിങ്ങൾ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളാണോ, നിങ്ങൾ ഡെയിലി ഒരു 5 ഗ്രാം ജിഞ്ചർ വെച്ചിട്ട് നിങ്ങളുടെ ഡെയിലി ഫുഡിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു കിട്ടും. മാത്രല്ല ജിഞ്ചർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഡൈജഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ കൃമിശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറയും. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറയും, ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കുറയും. പിന്നെ നമ്മളുടെ വയറ്റില് അധികമായിട്ടുള്ള അമിതമായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുണ്ടല്ലോ, അതിനൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജിഞ്ചറും ഈ ഒരു ജ്യൂസിൽ ആഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ ജിഞ്ചർ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാതള നാരങ്ങ, അതായത് പൊമഗ്രനേറ്റ് ആണ്. പൊമഗ്രനേറ്റ് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. വൈറ്റമിൻ A ഉണ്ട്, പിന്നെ നല്ലൊരു കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നല്ല ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പൊ നിങ്ങളും ഈ ഒരു പൊമഗ്രനേറ്റും നിങ്ങളുടെ ഈ ജ്യൂസിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ചോറ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അതേ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് ഫ്രൂട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ പൊമഗ്രനേറ്റ് നിങ്ങളുടെ ഈ ഒരു ജ്യൂസിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. ഈ ജ്യൂസ് നമ്മൾ എങ്ങനെയാണ് കുടിക്കേണ്ടത്? നമ്മൾ ഈ ജ്യൂസ് അടിച്ച് മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരിക. ഇനിയിപ്പോ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ള ടൈമില്, ഇല്ലെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും ഇടയിലുള്ള ടൈമില്. നമ്മൾ ഒരിക്കലും ഈ ഒരു ജ്യൂസ് മെയിൻ ഫുഡിന്റെ കൂടെ കഴിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ ലഞ്ചിന്റെ കൂടെയോ ഡിന്നറിന്റെ കൂടെയോ നിങ്ങൾ ഈ ജ്യൂസ് അടിച്ച് കുടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ഫുഡിന്റെ കൂടെ നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും.
അതായത് ഇത്രയും ഫ്രൂട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഇതിലൊക്കെ ഫൈബർ കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫൈബർ കൂടുതലായിട്ടുള്ളത് കാരണം തന്നെ നിങ്ങൾ മെയിൻ ഫുഡിന്റെ കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് എംപ്റ്റി സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ രണ്ട് മെയിൻ ഫുഡിന്റെ ഇടയിലുള്ള ടൈമിൽ നിങ്ങൾ ഇത് കുടിക്കുക. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, നിങ്ങൾ ഈ ജ്യൂസൊക്കെ അടിച്ചിട്ട് നല്ലവണ്ണം അരിച്ചിട്ടാണ് കുടിക്കുക അല്ലേ. അങ്ങനെ കുടിക്കുന്നതിൽ യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. നിങ്ങൾ മാക്സിമം ഈ ജ്യൂസ് അടിച്ചിട്ട് അരിച്ചെടുക്കാതെ അങ്ങനെ തന്നെ പ്യുവറായിട്ട് നിങ്ങൾ കുടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്യാം. പക്ഷെ ചിലവർ കാണിക്കുന്ന കാണാം ഹണിയൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നത്. നമുക്ക് ഈ പ്യുവർ ആയിട്ടുള്ള ഹണിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഹണിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റിൽ ഇപ്പം 100% പ്യുവർ ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ തന്നെ അടിച്ചു കുടിക്കുക, അരിക്കാതെ. നിങ്ങളിത് വേണമെങ്കിൽ ഒരു ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ കുടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടും. ഇനി എന്തൊക്കെ ബെനിഫിറ്റാണ് നിങ്ങളിത് കുടിച്ചുണ്ടാവാന്നറിയോ? നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള കൊഴുപ്പിനെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഒരു ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹെയറിന്റെ സ്ട്രെങ്ത്തിന്, നിങ്ങളുടെ ഹെയറിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്കിന്നിന് കളർ വെക്കും എന്നല്ല, നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ആൾക്കാരത് ഡ്രൈ സ്കിൻ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരത് നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ABC ജ്യൂസിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇത് ഇങ്ങനെ ഡെയിലി എപ്പോഴും എല്ലാ ദിവസവും ഈ ജ്യൂസ് കുടിക്കണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നത് ആഴ്ചയിൽ 2 ദിവസമാണ്. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഈ ബീട്രൂട്ടിൽ കൂടുതലായിട്ട് ഇൻസുലിന്റെ അളവ് ഉണ്ട്. അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണ് വരാനുള്ള ചാൻസും കൂടുതലാണ്, അതായത് ഡെയിലി നമ്മൾ ഈ ബീട്രൂട്ട് എടുക്കുമ്പോൾ. അപ്പൊ അത് കാരണം തന്നെ ഞാൻ ഈ ജ്യൂസ് ആഴ്ചയിൽ 2 ദിവസമാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് കുടിക്കുമ്പോഴൊന്നും ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടാനൊന്നും പോകുന്നില്ല. മാക്സിമം നിങ്ങളൊരു 2 months ഒക്കെ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയും ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ ഞാനൊരു 5 ഇൻഗ്രീഡിയൻസ് പറഞ്ഞല്ലോ, ഈ 5 ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസിനേക്കാളും കുറവായിരിക്കണം ബീട്രൂട്ടിന്റെ അളവ് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസുലിന്റെ അളവ് കുറച്ച് കൂടുതലാണ്. അതേപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ബീട്രൂട്ടിന്റെ അളവ് കുറച്ച് എടുക്കുക. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഒരു ആപ്പിൾ വെച്ചിട്ട് ഒരു ക്യാരറ്റ് വെച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, നല്ല സ്കിൻ ഉണ്ടാവും, നല്ല ഹെയർ ഉണ്ടാവും, നല്ലൊരു ഹാർട്ടും നല്ലൊരു ലിവറൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ മാക്സിമം നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ ജ്യൂസ് കുടിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ വീണ്ടും കാണാം. ബൈ.